നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെയാണല്ലോ നാം ഈ ദിവസങ്ങളിലെ വിശ്വാസത്തെ പറ്റി, ക്രിസ്ത്യ ജീവിതത്തെ പറ്റിയൊക്കെയുള്ള നമ്മുടെ പഠനം. അതിന് ഏറ്റവും പറ്റിയ ഒരു പുസ്തകവും അധ്യായവുമാണ് ഈ എബ്രായ ലേഖനം, പ്രത്യേകിച്ച് 11-ാമത്തെ അധ്യായം. അതിന്റെ 20-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യം വരെ വായിക്കും. ജീവിതത്തിന്റെ വ്യത്യസ്ത വശം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രകാരം ചെയ്യുന്ന മനുഷ്യരെ വല്ലവരും നിങ്ങളുടെ ഇത്ര ആയുസ്സിൽ കണ്ടിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് മക്കളെ വിളിച്ച് അനുഗ്രഹിക്കുന്നവര്, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഭാവിയിൽ അവരാരായിത്തീരുമെന്ന് പ്രവചിക്കുന്നവര്, അനുഗ്രഹിക്കുന്നവര്, അതുപോലെ മക്കളെ എല്ലാം കൊല്ലണമെന്ന് കൽപ്പന കൊടുത്ത കാലത്ത് ജനിച്ച മകനെ ജീവനെ പണയപ്പെടുത്തി സംരക്ഷിക്കുന്നവര്, രാജകൊട്ടാരത്തിന്റെ എല്ലാ സുഖങ്ങളും എല്ലാ സമ്പത്തും ത്യജിച്ചുകൊണ്ട് ദൈവനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന തെരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾ. അപ്പൊ ഇതിന്റെ എല്ലാം അടിയിൽ കിടക്കുന്ന ചില പ്രമാണങ്ങളുണ്ട്, ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളാണ് പ്രധാനം. അവരുടെ തീരുമാനം ആ പ്രമാണത്തിന്റെ ഒരു പ്രതിഫലനമാണ്. ഒരാൾക്ക് നല്ല ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടാവുന്നതിലേക്കും ഏറ്റവും കൂടി ശമ്പളമുള്ള ഒരു ജോലി കിട്ടിയിട്ട് അദ്ദേഹം ആ ജോലി എടുത്തില്ല. ആ ജോലി എടുക്കാതെ അദ്ദേഹം പിന്നെ കുറച്ചു കാലം കൂടെ വെയിറ്റ് ചെയ്ത് അതിന്റെ പകുതി ശമ്പളം മാത്രമുള്ള വേറൊരു ജോലി അയാൾ എടുത്തു. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ എന്താ പറയുന്നത്? ഇത്രയും നല്ലൊരു ജോലി കിട്ടിയിട്ട് അത് തള്ളിക്കളഞ്ഞു, ഭോഷത്വമല്ലേ കാണിക്കുന്നു. അതിനുശേഷം പിന്നെ ഒരു ചെറിയ ജോലി എടുത്തു. അപ്പോ ഒരുപക്ഷെ ആ മനുഷ്യൻ കാണിച്ചത് ഭോഷത്വമാണെന്ന് നമുക്ക് തോന്നിയാലും ആ മനുഷ്യന്റെ ദൃഷ്ടിയിൽ താൻ കാണിച്ചത് വലിയ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിനറിയാം എന്തുകൊണ്ടാണ് ജോലി താൻ അത് ത്യജിച്ചതെന്നും അതിനേക്കാൾ കുറഞ്ഞ ഒരു ജോലി എടുത്തതെന്നും ഒക്കെ ദൈവത്തിനറിയാം, അദ്ദേഹത്തിനും അറിയാം. അപ്പൊ പലർക്കും അങ്ങനെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകളുണ്ട്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്ക് സാമ്പത്തികമായും സാമൂഹ്യമായും ഒക്കെ നന്മ വരും എന്നുള്ളതായിരിക്കുന്ന ജോലികൾ നാം അങ്ങ് തിരഞ്ഞെടുക്കുക ചെയ്യും. അപ്പൊ ഗൾഫിലേക്ക് പോകണം തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് പോകണം തീരുമാനിച്ചു? ഗൾഫിൽ സുവിശേഷകർക്ക് ഒരുപാട് അവസരം ഉള്ളത് കൊണ്ടാണ് പോകുന്നത്. ഒന്നുമല്ല, ഇവിടുത്തേക്ക് അയച്ചിട്ട് കൂടുതൽ കാശ് കിട്ടും. അതിന്റെ വലിയ തീരുമാനത്തിന് വലിയ ഒറ്റ ഒരു ഘടകമേ ഉള്ളൂ, പണം. അല്ലെങ്കിൽ ഇപ്പോൾ കാനഡയിൽ പോകണം, അമേരിക്കയിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങനെയാ. അത് കാനഡയിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, ഗൾഫിൽ പോകുന്നു, ഒന്നും പാപമല്ല. അപ്പൊ അത് ആരും പാപമെന്ന് കണക്കാക്കണ്ട. ഞാൻ അങ്ങനെ പാപമെന്ന് കണക്കാക്കിയിട്ടില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം അത്, അല്ലെങ്കിൽ പിന്നെ ദൈവഹിതത്തിനെതിരെ പോകുന്ന പാപമാണ്. അത് വേറൊരു ലൈൻ ഓഫ് തിങ്കിങ്ങില്ല. നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം എവിടെ നിൽക്കണമെന്നായിരുന്നു എന്ന് നിങ്ങൾക്കും അറിയാം. എന്നിരിക്കെ നിങ്ങൾ ആ ദൈവഹിതത്തിനെതിരെ വേറെ സ്ഥലത്തേക്ക് പോയെങ്കിൽ അത് യോന പോയതുപോലെ പോകാണ്. യോനയെ കുറിച്ചുള്ള ദൈവഹിതം നിലവിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ യോന എന്താ തീരുമാനിച്ചത്? തർശോശിലേക്ക്. തർശോശി പോകുന്നത് പാവമാണ്. തർശോശി പോകുന്നത് പാവമല്ല, കപ്പൽ നിറച്ച ആളുകൾ അങ്ങോട്ടാ പോകുന്നത് തർശോശിലേക്ക്. അവരൊന്നും പാപം ചെയ്തില്ല. കാരണം അവരെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ദൈവഹിതം എന്താന്ന് ചോദിച്ചാൽ തർശോശിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും തർശോശിലേക്ക് ടിക്കറ്റ് എടുത്ത് തർശോശിലേക്ക് പോയി. അവരൊന്നും പാപം ചെയ്തില്ല. യോനയെ സംബന്ധിച്ചുള്ള ദൈവഹിതം നിലവിൽ പോകുന്നതായിരുന്നു. അവൻ തർശോശിലേക്ക് പോയപ്പോൾ ചില ആളുകൾ ഈ ദൈവഹിതം നിശ്ചയിക്കുന്നത് സമാധാനം എന്ന് പറഞ്ഞൊരു പ്രമാണമുണ്ട്. ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞ് എനിക്ക് നല്ല മനസ്സമാധാനമുണ്ട്, അതുകൊണ്ട് ദൈവഹിതമാണ് അല്ലേ? അത് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? തീരുമാനം എടുക്കുന്നത് പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യണം, പോണ്ടായോ, കഴിക്കണ്ടായോ. തീരുമാനം എടുത്തു കഴിഞ്ഞപ്പം പിന്നെന്താണ്, പെയ്തടങ്ങിയതുപോലെ നല്ല സമാധാനമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വിസ ക്രമത്തിലേ വരുന്നു, ടിക്കറ്റ് ക്രമത്തിലേ വരുന്നു, എല്ലാം വരുന്നു. അങ്ങനെ ദൈവം അങ്ങനെയല്ല നമ്മൾക്ക് ദൈവം മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ. യോനയുടെ കാര്യം നോക്കിക്കേ. യോന കപ്പലിൽ കയറി ഉടനെ തന്നെ യോന പെട്ടെന്നെടുത്ത തീരുമാനമാണ്. ചെന്ന ഉടനെ തന്നെ ഒരു സീറ്റും ബർത്തും കിട്ടി. ചെന്ന ഉടനെ തന്നെ കയറി കിടന്നു. നല്ല ഒന്നാം തരം സുഖമായ ഉറക്കം ആ കപ്പലിൽ ഉറങ്ങി ഒറ്റ ഒരു മനുഷ്യനെ ഉള്ളൂ. ഏതാ വന്ന് വിളിച്ച് തിരിച്ച് മറിച്ചിട്ട് എഴുന്നേൽപ്പിക്കേണ്ട ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, യോന. മറ്റെല്ലാവരും അവരുടെ ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ യോന എന്താണ് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. എന്നാൽ ദൈവത്തിനെതിരെ പോയ ഒരു മനുഷ്യനെ അതുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മനസമാധാനം എന്നൊക്കെ പറയുന്നത് നമ്മൾ ദൈവം അറിയാനുള്ളതായിരിക്കുന്ന മാർഗമേ അല്ല. യോന ഇനിയിൽ കിടന്ന് ഉറങ്ങിയോ ഇല്ലയോ എന്നുള്ളതല്ല. യോനയോട് വ്യക്തമായി പറഞ്ഞു, നീ നിലവിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തർശോസിലേക്ക് പോയിട്ട് ഉറങ്ങാൻ കഴിഞ്ഞെന്ന് പറയുന്നത് ദൈവത്തിന്റെ വെളിപ്പാടൊന്നുമല്ല. നമ്മളും പലപ്പോഴും അങ്ങനെയാ, പല കാര്യങ്ങളും അങ്ങനെയാ. ദൈവമല്ല, ദൈവം വിലക്കിയിട്ടുള്ളതാണ്, വചനത്തിൽ വിലക്കിയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നല്ല ഗ്രീൻ ലൈറ്റ് തന്നെയാണ്. കർത്താവ് പറഞ്ഞു, കോഴിക്കോട് പറഞ്ഞു, നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ടാണ് ചെയ്തത്. കയറിയപ്പോ തുടങ്ങിയ ഗ്രീൻ ലൈറ്റ് മാത്രം. എവിടെ ചെന്നാലും വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല. ചെല്ലുമ്പോൾ ഗ്രീൻ ലൈറ്റ്, ബും, ഗ്രീൻ ലൈറ്റ്, ബും. നമ്മൾ എന്ത് പറയും? എന്തോ ഒരു ദൈവഹിതമാണ്. ചെല്ലുന്നിടത്തെല്ലാം ഗ്രീൻ ലൈറ്റാണ്. ദൈവം അനുസരിച്ച് കോഴിക്കോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോ ഉണ്ടാകുന്നത് എല്ലായിടത്തും റെഡ് ലൈറ്റാണ്. ചെല്ലുന്നിടത്ത് എല്ലാം റെഡ് ലൈറ്റ്. അപ്പൊ എന്തോ നമ്മൾ പറയും, ഓ, ഇത് പോകുന്നത്
ദൈവമല്ലെന്ന് പറയും. അപ്പൊ അത് ഒരു ദൈവത്തെ തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന ഒരു വ്യക്തമായ മാർഗമൊന്നുമല്ല ഈ ദൈവസമാധാനം എന്നൊക്കെ പറയുന്നത്. ദൈവമാണെങ്കിൽ സമാധാനം കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദൈവസമാധാനം, ദൈവപ്രകാരം ജീവിക്കുന്നവർക്ക് ദൈവസമാധാനം ലഭിക്കും. ഒരു രാത്രി കിടന്നുറങ്ങും, മറ്റുള്ളവരായിരിക്കുമ്പോഴും ഒക്കെ ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമൊക്കെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ അധ്യായത്തിലെ കുറെ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഈ ദൈവദാസന്മാര്, ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ അവരുടെ ക്രിസ്തീയ ജീവിതം നയിച്ചതും സമാധാനം അനുഭവിച്ചതും ഒക്കെ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. എനിക്ക് 22 വയസ്സുള്ളപ്പോ ഞാനൊരു തീരുമാനം ചെയ്തു. ആ തീരുമാനം കേട്ട ആളുകളെല്ലാം എന്നെ ഭോഷ, ഇഡിയറ്റ് എന്ന് വിളിച്ചു. എന്താണ് കാണിച്ചെന്ന്. അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളൊന്നാ ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് എനിക്ക് ട്രെയിനിങ് ആയിട്ട് സെലക്ഷൻ കിട്ടി. ബോംബെയിൽ. ഇന്ന് ഞാൻ MA കഴിച്ച് LLBക്ക് പഠിക്കുന്ന ഇതാണ്. അങ്ങനെ ഒരു സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 1970-കളില് ഇന്ന് കളക്ടർക്ക് കിട്ടുന്ന ശമ്പളം പോലെ വലിയ ശമ്പളമാണ് കിട്ടുന്നത്. അപ്പൊ ഞാനത് ഒത്തിരി നേരം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു, ജീവിതകാലം മുഴുവൻ ഹിന്ദുസ്ഥാൻ ലിവറിനെ സേവിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി. ആ ജോലി കയറിയ പ്രൊമോഷൻ കിട്ടും. അവസാനം ഒരുപക്ഷെ ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, 22 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പം ആർക്കറിയാം എവിടെ വരെ കയറി പോകുന്നുള്ളത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, എന്റെ ജീവിതകാലം മുഴുവൻ ഹിന്ദുസ്ഥാൻ ലിവറിനെ സേവിക്കുക എന്നുള്ള ദൈവമാണ്, വേണ്ട, ആ ജോലി വേണ്ട. അത് കഴിഞ്ഞായ ആളുകളൊക്കെ, എന്നെ ബന്ധത്തിൽപ്പെട്ടവരൊക്കെ എന്നെ എന്തോ ഒരു വഴക്ക് പറയുന്നത്, നീ എന്തോ ഒട്ടുത്തരവോ കാണിച്ചത്, ഇങ്ങനൊരു ചാൻസ് കിട്ടുമോ? പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കെന്താ ഭയങ്കര സന്തോഷവും സമാധാനമാണ്. കാരണം അന്ന് ഞാൻ ആ ലൈനിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവം അവിടുന്ന് തന്നെ പിടിച്ചിറക്കിക്കൊണ്ട് വരാം. പക്ഷെ ഭയങ്കര ബന്ധപ്പാടോടു കൂടി ആയിരിക്കും പിടിച്ചിറക്കിക്കൊണ്ട് വരുന്നത്. എനിക്കും ഇഷ്ടമല്ല, ദൈവത്തോട് വളരെ മത്സരിച്ച് ഒക്കെ വേണം. അപ്പൊ തെരഞ്ഞെടുപ്പുകളായി ഈ വിദ്യാർത്ഥികൾക്ക് കുറെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞു, മോശയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും മറ്റു തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളുടെ ഒരു ജീവിതം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വർത്തമാനകാല നന്മയെ കരുതിയല്ല, ഭൗതിക നന്മയെ കരുതിയല്ല. ഇനി വർത്തമാനകാലത്തെ ആത്മീയ നന്മയെ കരുതിയാണെന്ന് ചോദിച്ചാൽ അതും അല്ലെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ഇപ്പൊ മോശം ദൈവജനത്തോടു കൂടെയുള്ള കഷ്ടത മതി എന്ന് തീരുമാനിച്ച, അന്നിപ്പോ അറിഞ്ഞില്ലല്ലോ, വേറൊന്നും പറഞ്ഞില്ല. എങ്കിലും ആ പാടത്ത് പണി ചെയ്യുന്ന ആളുകളുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കൊട്ടാരം വിട്ടാ പോകുന്നത്, ഗുഡ് ബൈ പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു രാത്രി ഉറങ്ങി കാണുമായിരിക്കും, കാരണം പിറ്റേ ദിവസം സംഭവിച്ച കാര്യം പറഞ്ഞപ്പം ഓടി പോകേണ്ടതായിട്ട് വന്നു. അപ്പോ തന്റെ ജീവിതത്തിൽ ആ വലിയ തീരുമാനം എന്ന് പറയുന്നത്, ഒരു കാലത്ത് ഞാൻ ദൈവജനത്തിന്റെ ലീഡറായിട്ട്, രക്ഷകനായിട്ട്, 22 ലക്ഷം ആളുകളുടെ നേതാവായിട്ട് ഫറവോനെ വെല്ലുവിളിച്ചുകൊണ്ട് ചെങ്കടൽ ഡിവൈഡ് ചെയ്ത് ആകാശത്ത് നിന്ന് മഞ്ഞ ഇറക്കി ദൈവജനത്തെ ഫീഡ് ചെയ്യുന്ന വലിയൊരു നേതാവായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഇതൊന്നും അറിഞ്ഞില്ല മോശൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. മോശ ആർക്കും അറിഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, ഞാനൊരു യഹൂദനാണ്, ദൈവത്തിന്റെ അബ്രാഹാമിന്റെ വാഗ്ദത്തത്തിന് വിധേയനായ ഒരാളാണ്, അവകാശിയാണ്, എന്റെ ജനമാണ് അവിടെ അധ്വാനിക്കുന്ന ചൂളയിൽ ഇഷ്ടിക ചുടുന്നത്. ഞാൻ ഈ കൊട്ടാരത്തിൽ ഫറവോന്റെ മകനായിട്ടല്ലേ മകളുടെ മകനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. എന്റെ ശരീരത്തിൽ ഉടമ്പടിയുടെ അടയാളമുണ്ട്, അവന്മാരുടെ ശരീരത്തിൽ ഉടമ്പടിയുടെ അടയാളം. ദൈവവുമായി ഉടമ്പടി ചെയ്ത ഒരാളാണ് ഞാൻ. ചെറുപ്പത്തിൽ ഞാനെന്ന് അറിഞ്ഞില്ല, 8 ദിവസം ഉള്ളപ്പോഴാണെങ്കിൽ തന്നെ ഉടമ്പടി ചെയ്ത ഒരാളാണ്. അപ്പോ ഞാൻ പറയുന്നത്, ഈ ഭാവി വരാൻ പോകുന്നതായിരിക്കുന്ന നന്മകളെ കുറിച്ചൊന്നും എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല തീരുമാനം എടുക്കുന്നത് അതായത് സമയത്ത് ശരി ഏത്, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പരിപാടിയോട് ചേർന്ന് പോകുന്നത് എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ്. അങ്ങനെ ചോദിക്കാനും കാണാനും ഉള്ളതായിരിക്കുന്ന കണ്ണ് പലർക്കും ഇല്ലെന്നുള്ളതാണ്. നമ്മളീ പലരും ഈ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഓർക്കുന്നുണ്ട്, ഈ കറക്കി കുത്തുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇങ്ങനെ അപ്പൊ മിക്കവാറും കറക്കി കുത്തുന്നവരും മിക്കവാറും കാശ് പോകും. അവൻ 50 പൈസ വെച്ചാൽ ഇതിൻ്റെ അത് കുത്തുന്നത്, അവന്റെ കുത്ത് ഒരിക്കലും ശരിയാവില്ല. കറക്കി കുത്തുകാരൻ കാശ് പോകും. അവൻ വൈകിട്ട് അവനെ 100 രൂപയുടെ കാശ് കൊണ്ട് വീട്ടിൽ പോകും, നമ്മൾ നിലയും ചൊറിഞ്ഞ് വീട്ടിൽ പോകും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരുപാട് കറക്കി കുത്തുകൾ കുത്തിയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. തിരിഞ്ഞു നോക്കിയാൽ ആ തീരുമാനം തെറ്റായിപ്പോയി, അതിന്റെ ഭവിഷ്യത്താണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ശരി, അപ്പൊ ഇവിടെ എന്തായി ക്രിസ്ത്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ നമുക്ക് നോക്കാം. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ യാക്കോബിനെ അനുഗ്രഹിച്ചത്, യാക്കോബിനെ അനുഗ്രഹിച്ചൊക്കെ അറിയാം, ഏശാവിനെ അനുഗ്രഹിച്ച എവിടെയാന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അതിനെക്കുറിച്ച് വിശദാംശങ്ങളൊന്നുമില്ല. അപ്പാ എനിക്കും കൂടെ ഒരു അനുഗ്രഹം തരണേ എന്ന് പറഞ്ഞപ്പോ, എല്ലാം ഞാൻ നിന്റെ അനിയന് കൊടുത്തുപോയി മകനെ, ഇനി ഒന്നുമില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? പറയട്ടെ, ആത്മീയ അനുഗ്രഹം മുഴുവനും യാക്കോബിന് കൊടുത്തു, ഭൗതിക അനുഗ്രഹം മുഴുവനും ഏശാവിന് കൊടുത്തു.
യഹൂദനേക്കാൾ എന്നും ഏശാവിന്റെ മക്കളാണ് ഭൗതികമായി അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ ഗൾഫിൽ കിടക്കുന്ന രാജ്യങ്ങളും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും അതിന്റെ ഭരണാധികാരികളും അവരുടെ സമ്പത്തും ഒക്കെ നോക്കി ദുബായിലും കുവൈറ്റിലും സൗദിയിലും അബുദാബിയിലും ഇങ്ങനെയുള്ളതായിരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം പോയിട്ട് ഇസ്രയേലിൽ നിങ്ങളൊന്ന് പോയി നോക്കുകയും ഭൗതിക അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുത്തു. അതുപോലെ ഏശാവിന് 12 പ്രഭുക്കന്മാരുണ്ടായി. എത്ര കാലം കഴിഞ്ഞാട്ടാണ് ഇസ്രയേലിന് 12 പ്രഭുക്കന്മാരുണ്ടാകുന്നത്? അപ്പൊ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പരിപാടിയിൽ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രധാനമായിട്ട്, ഭൗതിക അനുഗ്രഹങ്ങൾ സെക്കൻഡറിയാണ്. ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ഏശാവിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ പരിപാടിയിലെ ആത്മീയ അനുഗ്രഹങ്ങൾ മുഴുവനും അബ്രഹാമിന് കൊടുത്തതായിരിക്കുന്ന അനുഗ്രഹങ്ങള്, ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ സന്തതിയാകുക, കർത്താവ് മശീഹ വരിക മുതലായിരിക്കുന്ന കാര്യങ്ങളെല്ലാം യാക്കോബിന് കൊടുത്തു. ഏശാവിന് കൊടുത്തത് എന്താ? നീ നിന്റെ വാളുകൊണ്ട് ഉപജീവിക്കുമെന്നാ പ്രധാനമായിട്ട് പറഞ്ഞത്. ഇന്ന് വരെ അവർ വാളുകൊണ്ടാണ് ഉപജീവിക്കുന്നത്. മറ്റുള്ളവരുടെ കഴുത്ത് വെട്ടിയല്ലേ ജീവിക്കുന്നത്. അങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാ. പക്ഷെ സ്വത്തുക്കൾ മുഴുവൻ അവരുടെ കയ്യിലെ കിടക്കുന്നു. ഇസ്മായിലിലെ ഏശാവിന്റെ മക്കള്, അവർക്കാണ് അനുഗ്രഹം കിട്ടുന്നത്. പക്ഷെ അത് കണ്ടു എന്നാണ്. ഇസ്ഹാക്ക് അനുഗ്രഹിക്കുന്ന സമയത്ത് അത് കണ്ട് അനുഗ്രഹിക്കുന്നതാണ്. ഭാവി കാലം സംബന്ധിച്ച് മക്കളെ അനുഗ്രഹിച്ചു. ഏശാവ് കരഞ്ഞു, അപ്പാ എനിക്കും കൂടെ ഒരു അനുഗ്രഹം. ഈ അബ്രഹാം ഉണ്ടാക്കിയ സ്വത്തും ഇസ്ഹാക്ക് ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ കിട്ടിയത് ആർക്കാ? യാക്കോബിനെ ഭാര്യ എടുക്കാനായിട്ട് അവിടെ പതിനാറാവിലേക്ക് അങ്ങ് പോയില്ലേ? പോയിട്ട് എത്ര വർഷമായി കഴിഞ്ഞ പിന്നെ 11 മക്കളും 12 മക്കളെയും കൊണ്ടല്ലേ തിരിച്ചു വരുന്നത്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന 400 അഭ്യാസികളും 10,000-കണക്കിന് ആടുകളും മാടുകളും ഒട്ടകങ്ങളും സ്വത്തുക്കളും മുഴുവനും ഏശാവിനകത്ത്. അത് മുഴുവനും ഏശാവിനാണ്. ഏശാവ് പറഞ്ഞില്ലേ, സഹോദരൻ എനിക്ക് വേണ്ടുമ്പോഴും ഉണ്ട്, നീ എടുത്തോളം പറഞ്ഞു, എനിക്ക് ഇതിനൊന്നും ആവശ്യമില്ല. ദൈവം ആരുടെയും കടക്കാരനല്ലെന്നുള്ള വേറെ വശം. ഏശാവിന്റെ കണ്ണുകൾ എപ്പോഴും ഭൗതികമായ വിഷയങ്ങളിലായിരുന്നു. ഒരാത്മീയ വിഷയത്തിൽ അവനെ കണ്ടില്ല. അവൻ കല്യാണം കഴിച്ചതും ഭൗതികമായി നോക്കിയത് മാത്രമാണ്. കനാന്റെ മക്കളെയൊക്കെ അവൻ കല്യാണം കഴിച്ചത്. വാഗ്ദത്ത സന്ധിയിൽ നിന്ന് അവൻ അന്വേഷിച്ചില്ല. അതുപോലെ ദൈവം വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന കനാൻ നാടിനെ കുറിച്ചൊന്നും അവൻ ചിന്തിച്ചില്ല. അവൻ അന്നത്തെ കാര്യം മുന്നോട്ട് പോകണം. അപ്പോ അവര് കിട്ടേണ്ടതായിരിക്കുന്ന അനുഗ്രഹം ധാരാളം കിട്ടി. ആദ്യകാലം ഞാൻ ഒരു കാലത്തൊക്കെ വിചാരിച്ചിരുന്നത് ഏശാവിനോട് കാണിച്ച് ഭയങ്കര അന്യായമായി പോയില്ലെന്ന്. ഇതെല്ലാം അനുഗ്രഹം അവന് കൊടുത്തല്ലോ. എല്ലാ അനുഗ്രഹവും കൊടുത്തു. ആത്മീയ അനുഗ്രഹങ്ങളെ കൊടുത്തത്. ഇത് ആകാശത്തിലെ അനുഗ്രഹങ്ങൾ ഭൂമിയിലൊക്കെ കൊടുത്തപ്പോ ഒക്കെ ആത്മീയ അനുഗ്രഹങ്ങളാണ് കൊടുത്തത്. ഭൗതികത മുഴുവനും കിട്ടിയത് വാസ്തവത്തിൽ പ്രധാനമായിട്ട് കിട്ടിയത് ഇസ്രായേലിൽ കിട്ടി ഇല്ലെന്നല്ല പറഞ്ഞത്. ഒരുപാട് കൊടുത്തു. വായിക്കുമ്പോൾ അറിയാം ഇസ്രായേലിൽ ധാരാളം ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുത്തിരുന്നു. എങ്കിലും യാക്കോബ് ധനവാനാകുന്നതിന് മുമ്പ് തന്നെ ഏശാവാണ് ധനവാനായത്. യാക്കോബ് പറഞ്ഞ ഞാൻ ഈ പടിയോടുകൂടിയാണ് യാബോക്കുകൾ പടന്ന് അക്കരെ കയറി. ഒരു കൊച്ചാട്ടിൻകുട്ടി പോലും അന്നേരം കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാ പോയി. തിരിച്ചു വരുമ്പോ എങ്ങനെ പറഞ്ഞാൽ 3 കൂട്ടമായെന്നാ പറയും. യാക്കോബിന്റെ കീഴിലെ ഒരു കൂട്ടം, ലേയുടെ മക്കളുടെ കീഴിൽ ഒരു കൂട്ടം, റാഹേലിന്റെ മക്കളുടെ കീഴില്, അങ്ങനെയാണ് കയറി വന്നത്, തിരിച്ചു കയറി വന്നത്. എന്ന് മാത്രമല്ല ഏശാവിന് ഒത്തിരിയും കൊടുത്തയച്ചു. ഏശാവ് പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞു, എനിക്ക് എന്തിനാ മക്കളെ സൗര, എനിക്കെന്തിനാ, ദൈവം എനിക്ക് വേണ്ടുവോളം ഉണ്ടെന്നാ പറഞ്ഞത്. എനിക്ക് വേണ്ടുവോളം ഉണ്ട്. ദാവീദ് യാക്കോബ് പേടിച്ചല്ല ഏശാവിന്റെ അടുക്കിലേക്ക് എന്നത്. ഏശാവ് യാക്കോബിന്റെ അടുക്കിലേക്ക് വന്നത് എങ്ങനെ? പേടിച്ചാന്ന്. എന്തൊരു സ്വാതന്ത്ര്യത്തോടു കൂടിയാ വന്നത് സഹോദരാന്ന് പറഞ്ഞ്. യാക്കോബ് 3 പ്രാവശ്യം വീണ്ടും താഴെ വീണ്, പിന്നെയും താഴെ വീണ്, പിന്നെയും താഴെ വീണ്. ഏശാവ് യാക്കോബിനെ അനുഗ്രഹിക്കുമെന്ന് നമസ്കരിക്കുമെന്ന് ആ വാഗ്ദത്തം വാക്കുകൾ ഉപയോഗിച്ചില്ല, എങ്കിലും ആശയം അതാണ്. പക്ഷേ നമസ്കാരം വന്നപ്പോ ആരാ? യാക്കോബും ഭാര്യമാരും മക്കളും വീണ് നമസ്കരിച്ച് വന്ന് ഏശാവ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുമ്മയും കൊടുത്ത് ഞാനും കൂടെ പോട്ടെ എന്ന് പറഞ്ഞു. ഒരു സന്ദർഭം എന്നൊക്കെ പറയുന്നത് അവിടെ മാസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ യാക്കോബല്ല, ഏശാവാ. അതൊക്കെ ഇസ്ഹാക്കിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ഇസ്ഹാക്കിന്റെ അനുഗ്രഹത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വർത്തമാനകാലം സംബന്ധിച്ചല്ല, ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിൽ മശീഹയും അബ്രഹാമിക ഉടമ്പടിയും യാക്കോബിനാ പോയത്. ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് പോകും. നമ്മൾ ചില സമയങ്ങളിൽ ഈ ഏശാവ് ഒരിക്കലും ഭൗതിക ആത്മീയ അനുഗ്രഹങ്ങൾ അനുഭവിച്ച ആളല്ല, ആഗ്രഹിച്ച ആളല്ല. ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞില്ലേ ഒരു ഉപവായുധത്തിന്. അവനെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കുന്ന ഈ ജ്യേഷ്ഠാവകാശവുമായി ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ഒരു ഭാഗത്തും ആ സന്ദർഭത്തില് കുടിക്കാൻ ഒരു കപ്പ് പായസം, പിന്നെ കബൂസും, ഒരു കഷ്ണം കബൂസും, അതത് മുക്കി അങ്ങോട്ട് കുടിച്ചു. എന്റെ ജയ്സ് എന്താ? അപ്പൊ അതേക്കുറിച്ച് ആളുകൾ പറയുന്നത്, ആളുകളെന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, ചില ആളുകൾ പറയുന്നത് ഏശാവ് ഡയബറ്റിക്സ് ഉള്ള ആളായിരുന്നു. അപ്പൊ ഈ വേട്ടയൊക്കെ ആടി അന്നൊന്നും കിട്ടിയില്ല. ഇങ്ങനെ വന്നപ്പോ ആകെപ്പാടെ ഡീഹൈഡ്രേറ്റ് ആ ഷുഗർ അങ്ങോട്ട് കൂടിയിട്ടേ, ഷുഗർ അങ്ങോട്ട് കുറഞ്ഞിട്ടേ
ഇപ്പൊ ഞാൻ ചാകുമെന്നുള്ള നിലയിലാണ് വന്നത്. അതാ പറഞ്ഞത്, ഞാൻ ചാകുമല്ലോ, പിന്നെ എനിക്കെന്ത്, ഞാൻ ചാകാൻ പോവാന്ന് പറഞ്ഞു. വേറെ ഒരു ഗ്ലാസ് പായെന്ന് പറഞ്ഞു. ഏഴാവ് കാര്യം നീ കൊണ്ടുപോകാൻ പറഞ്ഞു. എനിക്കെന്ത്, ഞാൻ ചത്തുപോയിരിക്കുന്നത് എന്ത് ചെയ്യാൻ? അപ്പൊ യേശാവ് അങ്ങനെ ഒരു പോയിന്റിലേക്ക് വന്നു. ഏതാണ്? അവന് ഷുഗർ കൂടിയല്ല, പിന്നെ ഷുഗർ അങ്ങ് കുറഞ്ഞു. ഡയബറ്റീസാന്റെ ഒരു പ്രശ്നമാണ്, ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറയും. ഹൈപ്പോഗ്ലൈസിമിയ അങ്ങോട്ട് കുറച്ചാൽ ഇപ്പൊ നിൽക്കാൻ വയ്യ. ഈ ചുവന്ന പായസം, നല്ല മധുരമുള്ള പായസം, ഡയബറ്റീസുകാരന്റെ ഒരു മുട്ടായി കണ്ടാൽ അവന് വാരി വയറ്റി പറഞ്ഞ പോലെയാണ്. ആർത്തിയോടെ അങ്ങ് കഴിച്ചു. അതിനൊന്നും ന്യായീകരണമില്ല. നിങ്ങൾ ചാകാൻ പോവാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ആത്മീയ അനുഗ്രഹം വിറ്റേച്ച് ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി പാനൊന്നും ദൈവം അതിനൊന്നും ഈ മാർക്ക് എടുത്തില്ല. നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയും, യാതെ എന്റെ പട്ടിണിയുടെ അങ്ങേ അറ്റം കൊണ്ട് എന്റെ കൊച്ചിനെ ഞാൻ അല്ലെ അങ്ങോട്ട് വിട്ടത്, അല്ലെ ആ കോഴ്സിന് വിട്ടത്, അല്ലെ ഞാൻ വിടുകയില്ലായിരുന്നു. അന്നത്തെ സാഹചര്യം കൊണ്ട്. സാഹചര്യം ഒരിക്കലും ഒരു നീതീകരണമല്ല കേട്ടോ. സാഹചര്യം ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നീതീകരണമല്ല. ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരും. യേശാവ് എല്ലാ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്. 10-25 വയസ്സായി. രണ്ടുപേരും ഒരേ പ്രായമല്ലേ? യാക്കോബ് ഇരട്ടകളല്ലേ? യാക്കോബ് യേശാവ് ഒരേ പ്രായമല്ലേ? 10-25 വയസ്സായി കാണും. യേശാവിന് പറഞ്ഞു, ഇപ്പോഴത്തെ എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭാര്യ ഉണ്ടാകും എന്നുള്ളതാണ്. ഭാവി സന്തതി ഏതാന്നുള്ളത് വേറൊരു വിഷയം. കണ്ടോര് പെണ്ണിനെ കയറി കെട്ടി രണ്ടെണ്ണത്തിൽ. അതേസമയം യാക്കോബ് ആണെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്തു. കാരണം എന്താണ്? അബ്രഹാമിന്റെ അനുഗ്രഹം യാക്കോബിനാ കിട്ടിയിരിക്കുന്നത്, നിന്റെ സന്തതി. അപ്പോ ആ സന്തതിയെ കിട്ടേണ്ടതിന് വേണ്ടി താൻ എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്ത് പിന്നെ അപ്പനും അമ്മയും വിളിച്ച് പറഞ്ഞു, നീ ഇവിടുന്നെങ്ങും എടുക്കരുത്. യഹോവയെ അറിയാവുന്ന, ഏകസത്യ ദൈവത്തെ അറിയാവുന്നതായിരിക്കുന്ന ജനത്തിന്റെ ഇടയിൽ നിന്ന് പോയി വേണം നീ പെണ്ണെടുക്കാനെന്ന് പറഞ്ഞു. അവൻ നടന്നു ഒരു പെണ്ണിന് വേണ്ടി. എത്ര കിലോമീറ്റർ? 14 വർഷം സേവിച്ചിട്ടുണ്ട് ഭാര്യമാർക്ക് വേണ്ടി. ചതിക്കപ്പെട്ടു. അവൻ സ്നേഹിച്ച പെണ്ണെ കിട്ടാൻ വേണ്ടി അവന് വാസ്തവത്തിൽ 14 കൊല്ലം അതിനുവേണ്ടിയാണ് സേവിച്ചത്. ലേയ്ക്ക് വേണ്ടി സേവിച്ച 7 വർഷം അവന് ലേയെ വേണ്ടിയിട്ടോ ഒന്നുമല്ല. അപ്പൊ യാക്കോബിന്റെ തീരുമാനങ്ങളാണ്. അബ്രഹാമിക അനുഗ്രഹത്തിലാണ് ഇസ്ഹാക്ക് യാക്കോബിന് കൈമാറ്റം ചെയ്തത്. ആ അനുഗ്രഹത്തിൽ സന്തതി എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ മക്കൾ ആരായി തീരുമെന്ന് വല്ലതും വിചാരിച്ചാണോ, ആരായിരിക്കണം എന്ന് വിചാരിച്ചാണോ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? ചിലതെന്നല്ല, ഒത്തിരിക്കുവാറും ആളുകൾ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. ഈ പോഷന് സുന്ദരിയായ ഒരു പെണ്ണിനെ സൗന്ദര്യം കണ്ടവൻ കല്യാണം കഴിക്കാൻ, ഇതിനുണ്ടാകുന്ന പിള്ളേർ എന്തായി തീരുമെന്നുള്ളത്, അത് കടുവാക്കുട്ടിയാവും, സിംഹക്കുട്ടിയാവും, ആട്ടുംകുട്ടിയാവും എന്നുള്ളത് കണ്ടറിയാം. തൽക്കാലം എന്നെ പറഞ്ഞപ്പോ നല്ലതാണ്, ജോലിയുണ്ട്, പെണ്ണ് പഠിത്തമുണ്ട്, കുഴപ്പമില്ല, കണ്ട നല്ല പെണ്ണാണ്. ലോകപ്രശസ്തനായ സാഹിത്യകാരനുണ്ടല്ലോ, എന്താ ഇംഗ്ലീഷുകാരന്, ബെർണാഡ് ഷോയോട് ക്ലിയോപാട്ര ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ്. ബെർണാഡ് ഷോ അന്ന് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാണ്. അപ്പൊ ക്ലിയോപാട്ര ബെർണാഡ് ഷോയോട് പറഞ്ഞത്, മിസ്റ്റർ ബെർണാഡ് ഷോ, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച് നിങ്ങളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യവും കൂടെ ഇൻഹെറിറ്റ് ചെയ്ത ഒരു കുഞ്ഞുണ്ടായത് എന്തായിരിക്കും? ബെർണാഡ് ഷോ പറഞ്ഞു, മാഡം മരിച്ചായാലോ നിങ്ങളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യവും. ബെർണാഡ് ഷോയെ കണ്ട ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യനാ. ക്ലിയോപാട്ര എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയാണ്. അതിൽ അവളങ്ങനെ ചിന്തിച്ച പറഞ്ഞു, മാഡം തിരിച്ചായാൽ ഗതി എന്തായിരിക്കും എന്ന് പറഞ്ഞു. ക്ലിയോപാട്ര സുന്ദരിയാണെന്ന് വിചാരിച്ച് ബെർണാഡ് ഷോ കയറി വീണില്ല. ക്ലിയോപാട്ര എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ രാജകുമാരികൾക്കുള്ള സ്ഥാനപ്പേരാ. അതേ ഒരാൾ നമുക്കറിയാമല്ലോ. റോമിന്റെ രാജാവൊക്കെ പതിക്കാൻ പോയതും കല്യാണം കഴിക്കുന്ന ക്ലിയോപാട്ര കല്യാണം കഴിച്ച കഥകളൊക്കെ നമുക്ക് അറിയാം. ചരിത്രം പഠിച്ചവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അറിയില്ല. വേണ്ട, അറിഞ്ഞില്ലേ നിങ്ങൾക്ക് ആയുസ് കുറയൊന്നുമില്ല. അപ്പം നല്ല ആളുകൾ കല്യാണം കഴിക്കുമ്പോൾ ദൈവത്തിന്റെ സർവാധികാരത്തിന് എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അവരിങ്ങനെ കല്യാണം കഴിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ നോക്കും. അപ്പോ അവന്റെ അപ്പൻ എന്നോട് വന്നു, അവന്റെ അപ്പൻ, അവന്റെ ജ്യേഷ്ഠാനിയന്മാർ, ഭക്തന്മാർ എത്ര പേരെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്? ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ചവർ എത്ര പേരുണ്ടായിട്ടുണ്ട്? വല്ല കൊലപാതകന്മാരും ആ കുടുംബത്തിലുണ്ടായിട്ടുണ്ടോ? ജയിലിൽ കിടന്നന്മാർ പോലും ആ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. നിരീക്ഷകന്മാരെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ചിന്തിച്ചാലും ചെറുക്കൻ്റെ പെണ്ണെ എടുക്കുന്നത്, അല്ലെ ഒരു പെണ്ണിനൊരു ചെറുക്കനെ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്റെ പുറകെ അങ്ങനെയൊക്കെ വെക്കുമോ? അങ്ങനെയൊക്കെ വെക്കും, ഇങ്ങനെയൊക്കെ വെക്കും. എനിക്ക് പരിചയമുള്ള ഒരാളെ, നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ കഥ പറയുന്നല്ലേ, പറയില്ല. ഈ പരിചയമുള്ള ഒരാളെ ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ കണ്ടാൽ കൊള്ളാവുന്ന ഒരു പെണ്ണും ബഹുമെടുക്കുകയും, അവളെ ഒരു നേഴ്സുമാണ്. ഒരു പാവപ്പെട്ട കുടുംബം എന്നൊന്നും അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. അവനാണെങ്കിൽ മിടുക്കൻ, ബഹുമിടുക്കൻ. അവൻ അമേരിക്കയിൽ പോകണമെന്നുള്ളതായിരിക്കുന്ന കാര്യം അവന് നിശ്ചയമാണ്. അതുകൊണ്ട് അവനെ തീരുമാനിച്ചു, ഞാൻ ഒരു നേഴ്സിനെ കെട്ടി അമേരിക്കയിൽ പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെണ്ണെ കണ്ട് പരിചയമാകുന്നത്, കല്യാണം കഴിച്ചു. ഞാൻ അന്ന് അഡ്വൈസ് ചെയ്തു, നീ അമേരിക്കയിൽ പോകാമെന്ന് മാത്രം വിചാരിച്ച് ഒരു കല്യാണത്തിനും മുതിരുന്നത് അത്ര നല്ലതായിരിക്കില്ലെന്ന്. അതിനൊക്കെ എന്താ കുഴപ്പം? രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട പെണ്ണാണ്, ഇവിടെ നല്ല പെണ്ണാണ്, ഷീ ഈസ് എ ഗുഡ് ക്യാരക്ടർ. പക്ഷേ കുടുംബത്തിന് റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് അവർക്ക് വന്നതായിരിക്കുന്ന കൊലപാതകന്മാർ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന എന്തെല്ലാം ചരിത്രങ്ങളാണ് പിൽക്കാലത്ത് അവർ കുടുംബത്തിലുണ്ടായത്. ഒരു തെറ്റായ ചോയ്സ്. അപ്പൊ ഈ മക്കളുടെ കല്യാണം ഞാനൊരു മാതൃകയായിട്ട് മാത്രം എടുത്താം. അതുപോലെ തന്നെ ആ ജോലി എന്ന് പറയുന്നത് ചില കാശിന് വേണ്ടി മാത്രം ചില ഡിപ്പാർട്ട്മെന്റിലോ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ വേറെ അതുപോലെയുള്ള ചില ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ജോലി കിട്ടിക്കെടുത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മക്കളാരാണ്? ഡ്രഗ്സ് പഠിച്ച് കണ്ടുപിടിയും. കാരണം അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അതാ. നമ്മൾ എന്തോ ഒരു സൂക്ഷ്മതയോടുകൂടി ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. ഞാൻ ഉദാഹരണം പറഞ്ഞത് മനസ്സിലാകുന്ന ഉദാഹരണം പറഞ്ഞാ. ഏശാവ് യാക്കോബ് രണ്ടുപേര്. ഏശാവ് കല്യാണം കഴിച്ചൊക്കെ എന്താണെന്ന് അറിയാമോ? ഏശാവ് ചിന്തിച്ചെങ്ങനെയാണ്, ഞാൻ ഈ നാട്ടിൽ താമസിക്കുന്ന ആളാണ്, അപ്പൊ എനിക്കിവിടെ പ്രബലന്മാരായ ആരുടെയെങ്കിലും മക്കളെ കല്യാണം കഴിച്ചെങ്കിൽ ഒരു ആവശ്യം വന്നാൽ ബന്ധുവനുമല്ലേ, ഇവിടെ പത്തനാരാം ഇപ്പൊ കല്യാണം കഴിച്ചു വന്ന് ഇവിടെ അയൽക്കാർ വഴക്കിന് വന്നാൽ ലാബാനും കൂട്ടിന് വരുമോ സഹായത്തിന്? വരുമില്ലല്ലോ. അതേസമയം ഏശാവ് കല്യാണം കഴിച്ച എവിടുന്നാ? അവിടുന്ന് തന്നെയാണ്. അപ്പോഴ് ആരെങ്കിലും ചെയ്തു വന്ന അമ്മായി വീണ്ടും അളിയന്മാർ ഒരു സംഗമിഞ്ഞ് വരും. ആരുടാ എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അതല്ലേ ബുദ്ധിപരമായ കല്യാണം എന്ന് പറയുന്നത്. യാക്കോബ് എന്നിടത്തൊക്കെ സ്വർഗത്തിലെ ദൂതന്മാർ അവരെ എതിരേറ്റു. ഇത് ദൈവത്തിന്റെ പട്ടണമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ നഗരമെന്ന് ദൂതന്മാരുണ്ടെന്ന് പറഞ്ഞു അവരങ്ങനെയാ. ഏശാവ് എന്നിടത്ത് വലിയ ഉണ്ടായോ? ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോ ഇസഹാക്ക് ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വർത്തമാനകാലം നോക്കിയിട്ടല്ല അനുഗ്രഹിച്ചത്, ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കണം കേട്ടോ, ഭാവി കാലം സംബന്ധിച്ച്. അത് ഉണ്ടല്ലോ, അതൊക്കെ ദൈവത്തിന്റെ നീതിയുടെ മറ്റൊരു ഭാഗം, അത് വേറൊരു ഭാഗം, അത് വേറൊരു ഭാഗം. പക്ഷെ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ വന്ന ഈ 2 പെമ്പിള്ളാരുന്നല്ലേ കഷ്ടം അനുഭവിച്ചാലെന്താ? കണ്ടില്ലേ, നമുക്ക് വിഷയം എന്ന് പറയാൻ കഷ്ടം അനുഭവിച്ചു എന്നുള്ളതാണ്. ഭാവി കാലം സംബന്ധിച്ച് നോക്കുമ്പോൾ കഷ്ടം അനുഭവിച്ചു എന്നുള്ളതല്ല. പിന്നെ യഹൂദ എവിടെ നിന്ന് ജനിച്ചു, അങ്ങനെ ദൈവത്തിന്റെ പരിപാടിയിൽ ബന്ധപ്പെട്ടതായിരിക്കുന്ന കണ്ണികളൊക്കെ എവിടുന്നാന്നുള്ളതാണ്. ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. നമ്മൾ വേണ്ടാത്ത ഒരു ബന്ധം ചേർന്നിട്ട് പിന്നെ ദൈവം നിന്റെ മക്കളെ അനുഗ്രഹിക്കട്ടെന്ന് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച് യഹോവയെ സാക്ഷിയാക്കി നീ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെടുമോ? അനുഗ്രഹിക്കപ്പെടുമോ? ചീഞ്ഞ മീൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് കറി നന്നായിരിക്കട്ടെ എന്ന് ഭാര്യയെ അനുഗ്രഹിച്ചാല് ചീഞ്ഞ മീൻ്റെ അകത്ത് കുറച്ച് പുഴുത്ത് പുളിയോടിടാം, എന്നാലും കറി ശരിയാവും. ഒരാഴ്ചത്തേക്ക് ആ വീട്ടിലേക്ക് ആർക്കും കയറാൻ നോക്കില്ല. കാരണം ഈ ചീഞ്ഞ മീനും പുഴുത്ത പുളിയും എല്ലാം കൂടെ. അപ്പൊ ദൈവഭക്തിയാണ് ആദ്യം നോക്കേണ്ടത്. ലേയ സൗന്ദര്യമില്ലാത്തൊരു സ്ത്രീ അല്ലായിരുന്നോ? യാക്കോബിന് ആദ്യം ലേയെ കണ്ടിട്ട് യാതൊരു ഫീലിംഗും ഉണ്ടായില്ലല്ലോ. ആകെപ്പാടെ ഇങ്ങനെ മറ്റുള്ളവന്ന് വീട് പോയില്ലേ. നിങ്ങൾക്ക് കല്യാണം ആലോചിച്ചിട്ട് മക്കൾക്ക് കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോഴേ പെണ്ണ് നീ നമുക്ക് ചെല്ലി അപ്പം പറയും നല്ല പ്രാർത്ഥനക്കാരിയാ കേട്ടോ. അമ്മ പറഞ്ഞു മോളെ പോലെ ഭക്തിയാണ്. അപ്പൊ ചെറുക്കൻ എന്ന് പറയും, നീ സൗന്ദര്യം നോക്കി നീ പെണ്ണിനെ എടുത്തിട്ട് വന്നു. അവസാനം വഴിയഴിയിലാ റാഹേലെ കുഴിച്ചിട്ടത് അല്ലേ? ലേയെ കുഴിച്ചിട്ട് സാറങ്ങിയും സാക്കിനും ഒക്കെ കുഴിച്ചിട്ടതായിരിക്കുന്ന സ്ഥലത്താണ് അവളെ അടക്കിയത്. വഴിയൊരു പോരുകാരിയായിരുന്നു അവള്, പോരുകാരി ജീവിതകാലം മുഴുവൻ. സൗന്ദര്യവും നോക്കിയപ്പോൾ ഇസാക്ക് വിളിച്ചു പറഞ്ഞ് അനുഗ്രഹിച്ചു. മക്കളെ, നമുക്ക് ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ പറ്റി പരിജ്ഞാനമുള്ള അധികം ആളുകളൊന്നും ഇവിടെ ഇല്ല. കാരണം അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നു. അബ്രഹാമിന്റെ വീട്ടിലുള്ളവർക്ക് ഇതേക്കുറിച്ചൊക്കെ കിട്ടി. അബ്രഹാമിന്റെ പിതാവും അബ്രഹാം കൊണ്ടുവന്നല്ലേ ഹാരാനിൽ താമസിച്ചത്. ആ ഹാരാനിലേക്കല്ലേ ലാബാനും ഒക്കെ അവിടെയല്ലേ താമസിക്കുന്നത്. അപ്പൊ ദൈവ വിശ്വാസമുള്ള ഒരു കൂട്ടം ആളുകളാണ്. അവിടെ ചെന്നൊക്കെയാണ് അവരെ ഭാവിയെ നോക്കുക. ജോലിയായാലും എന്തായാലും ഭാവി കാലം സംബന്ധിച്ച് ഒരു ദീർഘദൃഷ്ടിയോടുകൂടെ ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടെ ഭാവിയെ നോക്കി വേണം അനുഗ്രഹിക്കാൻ. അല്ലെങ്കിൽ വലിയ ദോഷമൊന്നും വരില്ല കേട്ടോ. ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട ആളൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞില്ല, തട്ടിമുട്ടിയൊക്കെ വിശ്വാസ ജീവിതത്തിൽ അങ്ങ് പോകും, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മലാഖി പർവ്വതത്തിൽ അങ്ങനെയുള്ളവർ എന്തന്വേഷിക്കുന്നു? വാഗ്ദത്ത സന്തതി. അതേതാ വാഗ്ദത്ത സന്തതി അറിയാമോ? മെശീഹായെ. യഹൂദന്മാരുടെ ഇടയിൽ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ അവന്റെ പരിഗണന എന്തെന്നറിയാമോ? ഈ പെണ്ണിനെ കെട്ടിയാൽ മശീഹ ജനിക്കുമെന്നാണ്. ഈ പെണ്ണിനെ കെട്ടിയാൽ മശീഹ ജനിക്കും. അതെങ്ങനെ അവരറിയുന്നത്? അവന്റെ അമ്മ മശീഹ വാഗ്ദത്തം പ്രതീക്ഷിച്ചുകൊണ്ടാണോ ആ കല്യാണം നടന്നത്. അവന്റെ വല്യമ്മയുടെ കല്യാണം അങ്ങനെയാന്ന് പറയുന്നത്, അവന്റെ അപ്പന്റെ കല്യാണം അങ്ങനെയാന്ന് പറയുന്നത്, അവന്റെ അമ്മയുടെ കല്യാണം അങ്ങനെയാന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പുറമോട്ട് നോക്കുമ്പോൾ വാഗ്ദത്ത സന്തതിയെ പ്രതീക്ഷിച്ചുകൊണ്ട് കല്യാണം നടത്തിയതായിരിക്കുന്ന ഒരു കുടുംബത്തിലെ പെണ്ണ ദോഷം വരുന്നില്ല. ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. എന്തൊക്കെ അനുഗ്രഹിച്ചെന്നൊന്നും ആ ഭാവമൊക്കെ ഉൽപ്പത്തി പുസ്തകം വായിച്ച് ഒത്തിരി കാര്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ എബ്രായ ലേഖനകാരന് വിശ്വാസത്തിന്റെ കണ്ണുകളിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുത്തവൻ പറഞ്ഞു ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് അതേക്കുറിച്ച് ഒരു വാക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ ജനിക്കുമ്പോ ഗർഭിണിയാകുന്ന സമയത്ത് തന്നെ, എന്തിനാ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, നിങ്ങൾ വിവാഹം കഴിച്ച സമയത്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയോട് ആദ്യം പറയുന്ന കാര്യം, നോക്കിക്കേ, ഞാൻ 252 ദിവസം എണ്ണും എനിക്കൊരു മകനെ തന്നിരിക്കണം. അല്ല,
ആ 282 എന്ന് പറയുന്നത് ഒരു 295 എത്ര വ്യത്യാസം വന്നുള്ളൂ. ഞാൻ വിവാഹം കഴിച്ചപ്പോ എന്റെ ഭാര്യ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ നിന്നെ വിവാഹം കഴിച്ചതിന് പിന്നിലുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ ചേതോവികാരം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തതിയെ പ്രാപിക്കുക എന്നുള്ളതാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തതിയെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതെനിക്ക് ലഭിച്ചിരിക്കണം. അപ്പൊ ഇന്നത്തെ ചെറുപ്പക്കാർ കല്യാണം കഴിക്കും 3-4 കൊല്ലം കഴിഞ്ഞിട്ട് മതി തന്നെ. നമുക്കൊന്ന് രസിക്കണ്ടേ? അങ്ങനെ പോയി ലോകമൊക്കെ കണ്ട് കറങ്ങി അടിച്ച് ഒക്കെ വന്നിട്ട് പിന്നെ എന്ത് വേണം? ഇതിനിടെ ഗർഭിണി ആയെങ്കിലും ഡോക്ടറെ അടുക്കലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? ആ വരുന്നത് ഇതൊക്കെ നഷ്ടപ്പെടുത്തി കഴിയുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം ഇപ്പൊ നമുക്ക് അങ്ങനെ വേണ്ട. പിന്നെ നമ്മൾ ചോദിക്കാൻ കർത്താവ് ഇപ്പൊ നീ കയറി അങ്ങ് അനുഗ്രഹിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴത്തെ ആൾ. വിവാഹം കഴിച്ച ആദ്യത്തെ ആഴ്ച തന്നെ പെണ്ണ് ഗർഭിണിയായി പറഞ്ഞു, എന്റെ മോളെ ഒന്നുകൂടെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കല്യാണം ഇപ്പോഴല്ലേ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ നോക്കൂ. എന്താ ഈ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ? ദൈവം തരുന്ന സന്തതിയെ പ്രാപിക്കുകയല്ല എൻജോയ്മെന്റ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലുത് എന്താണ്? യു ആർ എക്സ്പെക്ടിങ്. ഡോക്ടർ പറയാണ് നിങ്ങൾ ആദ്യത്തെ പീരീഡൊക്കെ നഷ്ടപ്പെട്ടു, നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചു, ഡോക്ടർ എടുക്കിച്ച് നമുക്ക് കൺഫേംഡ്. എന്താ? യു ആർ പ്രഗ്നന്റ്. അങ്ങനെയല്ല, ഐ എം ഗോയിങ് ടു ബി എ മദർ. ഞാൻ എൻ്റെ അമ്മയാകാൻ പോവുകയാണ്. ദൈവം എന്ത് കടാക്ഷിച്ചിരിക്കുന്നു. അപ്പൊ കുട്ടികളില്ലാത്തവരാരും ഇത് കേട്ടിട്ട് പ്രയാസപ്പെടുമെന്ന് വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ആഗ്രഹത്തോടു കൂടിയാണ്. ഞാൻ ഒരാളോട് 5-8 വയസ്സുള്ളപ്പോ ചോദിച്ചു, മോളെ മോക്ക് എന്താ വേണമെന്ന് ചോദിച്ചു. എനിക്ക് 5-6 പിള്ളേരും വേണം, ഒരു നല്ല കുടുംബം വേണം, ഒത്തിരി ദൈവമക്കൾ വീട്ടിൽ വരണം, എനിക്ക് അവർക്കെല്ലാം ഹോസ്പിറ്റാലിറ്റി സൽക്കരിക്കണം, അതൊക്കെ എന്റെ ജീവിതത്തിൽ വേണം, എനിക്ക് ജോലി. ഞാൻ പറഞ്ഞു, ദൈവം നിന്റെ ആ ആഗ്രഹത്തെ മാനിച്ച് നിന്നെ അനുഗ്രഹിക്കും. നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇങ്ങനൊന്നും പഠിച്ചാൽ ഡോക്ടർ ആവില്ല, ഇങ്ങനൊന്നും പഠിച്ചാൽ നീ എഞ്ചിനീയർ ആവില്ല, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ നീ ഭക്തനാവില്ല, ഭക്തയാവില്ല, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ നിനക്ക് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം സന്തതികളെ കിട്ടൂല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ മക്കളോട്. നമുക്ക് എല്ലാവർക്കും വേണം. അപ്പം ഇസ്ഹാക്ക് അനുഗ്രഹിച്ചതുപോലെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് തന്നെ ഞാൻ പറയും. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ കല്യാണം കഴിക്കുന്ന അന്ന് തന്നെ അനുഗ്രഹിക്കണം. ദൈവം നിന്നിൽ വാഗ്ദത്തത്തിന്റെ സന്തതികളെ നിങ്ങൾക്ക് തരട്ടെ. നിന്റെ വാർദ്ധക്യത്തിൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന മക്കൾ നിനക്കുണ്ടാകട്ടെ. അനേകായിരം ആത്മാക്കളെ നേടുന്ന ആ സന്തതികൾ നിനക്കുണ്ടാകട്ടെ. ദൈവസഭയ്ക്ക് ആശ്വാസം വരുന്ന സന്തതികൾക്ക് നീ അമ്മയാകട്ടെ. ഹവ്വായെ പറ്റി പറഞ്ഞ ഒരു പ്രസ്താവന എനിക്ക് ഇഷ്ടം. ഹവ്വായെ പറ്റി എന്തൊക്കെ ദോഷം പറഞ്ഞാലും അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ, അങ്ങനെയല്ലേ പറഞ്ഞു? ഷീ ഈസ് ദ മദർ ഓഫ് ഓൾ ലിവിങ്. ജീവനുള്ളവർക്കെല്ലാം അവൾ അമ്മ. ഞാൻ പറയും, ജീവനുള്ളവർക്കെല്ലാം അമ്മ എന്ന് പറഞ്ഞ പോലെ നിന്റെ ഉദരത്തിൽ നിന്ന് ധാരാളം ദൈവമക്കൾ ജനിക്കട്ടെ, ധാരാളം ഭക്തന്മാർ ജനിക്കട്ടെ, ഭക്തകൾ ജനിക്കട്ടെ. കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ കാഴ്ചപ്പാടുകളില്ല, വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ തന്നെ ഇല്ല. നീ എന്തിനാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. 25 വയസ്സായില്ലേ ബ്രദറെ, നീ എന്നാ കല്യാണം കഴിക്കും? അങ്ങനെയാണ് പിന്നെ കുറച്ചൊക്കെ ഗവൺമെന്റ് 21 പറഞ്ഞ, 21 കഴിഞ്ഞല്ലോ, നീ അന്നേരം എന്താ കല്യാണം കഴിക്കാൻ? വയസ്സല്ല കല്യാണത്തിന്റെ മാനദണ്ഡം എന്ന് പറയും. അപ്പോ ഇസ്ഹാക്ക് മക്കളെ അനുഗ്രഹിച്ചു, താമസം അനുഗ്രഹിച്ചത് കുറച്ചുകൂടി നേരത്തെ അനുഗ്രഹിക്കണം എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യവും ഭാര്യ ഗർഭിണിയാണ് എന്ന് അറിയുമ്പോൾ, അല്ലെ അതിനു മുമ്പ് തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. നിന്റെ മഹത്വത്തിനും നിന്റെ രാജ്യത്തിനും നിന്റെ സഭയ്ക്കും സുവിശേഷത്തിനും ഈ പൈതൽ അനുഗ്രഹമായി തീരുവാൻ കൊണ്ട് കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നീ ആ പൈതലിനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പൈതങ്ങളെ ദൈവസന്നിധി സമർപ്പിക്കും. ബുദ്ധിയും വിദ്യാഭ്യാസവും പണവും എല്ലാം ദൈവം കൊടുത്തോളൂ, അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ചിലവനത് ചോദിച്ചില്ലല്ലോ, ദൈവം എന്താ പറഞ്ഞ, നീ അതൊന്നും ചോദിക്കായിക, ഞാൻ നിനക്ക് അതെല്ലാം നീ ചോദിക്കാൻ അനുഗ്രഹം എല്ലാം തരുന്നു. അതേസമയം ശലോമോൻ ശത്രു സമൂഹരാ ചോദിച്ചിരുന്നെങ്കിൽ മറ്റേത് വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടിയില്ല. നീ ലോകത്തെ ഏറ്റവും വലിയ ചക്രവർത്തി ആകട്ടെ, ജംഗിസ് ഖാനും പിന്നെ അതുപോലെയുള്ളതായിരിക്കുന്ന ഖാൻമാരെല്ലാം നിനക്ക് പിന്നിലാകട്ടെ, നീ ആ തലകൾ വെട്ടുന്ന, തല വെട്ടി 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 കൂട്ടുന്ന നീ ജേതാവാകട്ടെ എന്ന് പറഞ്ഞു. അവൻ ചോദിച്ച ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ ആവശ്യമായിരിക്കുന്ന വിവേകം എനിക്ക് തരണമെന്ന് പറഞ്ഞു. നീ നല്ല കാര്യമാണ് ചോദിച്ചത്, അപ്പോൾ നീ ചോദിക്കാതെ അനുഗ്രഹം തരുന്നു. അപ്പൊ നിങ്ങൾ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചോദിച്ചാൽ മതി, ചോദിക്കാത്തൊക്കെ ദൈവം തന്നോളൂ. അത് ദൈവത്തിന്റെ ബോണസാണ്. നിങ്ങൾ ഈ ബോണസിന് വേണ്ടി ചോദിച്ചിട്ട് ശമ്പളം നഷ്ടപ്പെടുന്നതാണോ, അതോ ശമ്പളത്തിന് വേണ്ടി ചോദിച്ചിട്ട് ബോണസുകൾ കിട്ടുന്നതാണോ നല്ലത്? അപ്പോ പിന്നെ 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, വിശ്വാസത്താൽ യാക്കോബ് മരണ കാലത്തിങ്കൽ ജോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ജോസഫിനെ കുറിച്ചാണ്. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ ജോസഫിന് അറിവ് കിട്ടി, തന്റെ അപ്പൻ മരണത്തോടായി മല്ലുപിടിക്കുകയാണ്, മരിക്കാനുള്ള സമയമായെന്ന്. ജോസഫ് തന്റെ 2 മക്കളെയും കൊണ്ട് പോയി അപ്പനെ കാണാൻ. ഇങ്ങനെ വടി ഇങ്ങനെ വടിയുടെ അറ്റത്ത് ഇങ്ങനെ ചാരിയായിരിക്കുന്നു, അങ്ങനെ ഇരിക്കാൻ. ജോസഫിനെ അനുഗ്രഹിച്ച് പല കാര്യങ്ങൾ പറഞ്ഞ്, നിനക്ക് ഞാൻ കൂടുതലായിട്ട് മറ്റു മക്കളെക്കാൾ കൂടുതലായിട്ട് ഇന്ന പ്രദേശങ്ങൾ തരുന്നു, അതെന്റെ വമ്പും വില്ലും കൊണ്ട് ഞാൻ യുദ്ധം ചെയ്ത് പിടിച്ചതാണ് നിനക്കാന്ന് പറഞ്ഞു. എന്നിട്ട് മക്കളെ 2 കൊണ്ടുവന്നു. ജോസഫ് ഭയങ്കര നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. തന്റെ മൂത്ത മകനെ വലങ്കൈയുടെ നേരെയും ഇളയ മകനെ ഇടങ്കൈയുടെ നേരെയും നിർത്തി. വലങ്കൈ ഇടങ്കൈ രണ്ടും നല്ല കൈയാണെങ്കിലും മൂത്തവനല്ലേ ഒരു പ്രാധാന്യം ഇസ്രായേലിൽ.
അപ്പൊ അങ്ങനെ അനുഗ്രഹിക്കണം എന്ന് വെച്ചപ്പോ അപ്പൻ എന്ത് ചെയ്തു? ഇങ്ങനെ അനുഗ്രഹിച്ചു. അപ്പൊ അങ്ങനെ അല്ല, അപ്പ ഇങ്ങനെയാന്ന് പറഞ്ഞു. അറിയാം മോനെ, അറിയാമെന്ന് പറഞ്ഞു. അറിയാം, അവനും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. എങ്കിൽ ഇവൻ അവനേക്കാൾ കൂടുതൽ അനുഗ്രഹിക്കും. ഈ ഒരു പിതാവിന്റെ ദീർഘദൃഷ്ടിയാണ്, യാക്കോബിന്റെ ദീർഘദൃഷ്ടിയാണ്. മറ്റെല്ലാ മക്കളിൽ നിന്ന് ഓരോ ഗോത്രം ഉണ്ടായപ്പോൾ യോസഫിന് എത്ര ഗോത്രം ഉണ്ടായി? 2 ഗോത്രം ഉണ്ടായി. ഏതൊക്കെയാ? ബെഞ്ചമിൻ ഉണ്ടായത് ഇവിടുന്ന. മരിക്കുന്ന സമയത്ത് അവന്റെ അപ്പൻ അവന് ബനോയി എന്ന് പേരിട്ടു, അമ്മ ബനോയി എന്ന് പേരിട്ടു, അപ്പൻ അവനെ ബെന്യാമിൻ എന്ന് വിളിച്ചു. മനശ്ശെയും എഫ്രൈമും 2 ഗോത്രം. എല്ലാവർക്കും ഓരോ ഗോത്രം ഉണ്ടായപ്പോൾ അവൻ 2 ഗോത്രം ഉണ്ടായി. നിങ്ങളുടെ മക്കളൊക്കെ എവിടെയായിരിക്കും ദൈവത്തിന്റെ പരിപാടിയിൽ? വല്ല അനുഗ്രഹത്തിന്റെ വഴിയിലാണോ അതോ നാശത്തിന്റെ വഴിയിലാണോ? നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ചോദിക്കും. 2-3 കാശൊക്കെ കിട്ടിയെന്ന് വരുമ്പോൾ പേർഷ്യയിലാണ്, ഗൾഫിലാണ്, അമേരിക്കയിലാണ്, കാനഡയിലാണ്, ഡോളർ ഇങ്ങോട്ട് അറിയിക്കുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പകുതിയിൽ നിങ്ങൾ എവിടെയാണ്? അവരെവിടെയാണ്? അത് കിട്ടണമെങ്കിൽ യാക്കോബ് മക്കളെ അനുഗ്രഹിച്ചതുപോലെ നാം അനുഗ്രഹിക്കണം. യാക്കോബിന്റെ 12 മക്കളുടെ അനുഗ്രഹങ്ങൾ പഠിക്കേണ്ടതാണ്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ എടുത്ത് പഠിപ്പിച്ചതിന്. ഓരോ മകനും കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ചരിത്രമാണ്. ഇസ്രയേലിൽ ഇതുവരെയുള്ളതായിരിക്കുന്ന ചരിത്രം അനലൈസ് ചെയ്താൽ യാക്കോബിന്റെ 12 മക്കളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാണ്. ഇനിയും ഭാവി നടക്കാൻ പോകുന്നതും ആ അനുഗ്രഹത്തിന്റെ ബാക്കി പത്രമാണ്. ഭയങ്കര ദീർഘദൃഷ്ടിയോടാണ് യാക്കോബ് അനുഗ്രഹിച്ചത്. ഇസ്ഹാക്കും യാക്കോബും എന്നുള്ള വ്യത്യാസമാണ്. ഇസ്ഹാക്കാണെങ്കിൽ കണ്ണുവന്ന് കാണാൻ വയ്യാതെ ഇരിക്കുക, എന്നിട്ട് പറയണം ഇച്ചിരി വേട്ടയിറച്ചി മാനയോ വല്ലതും വെടിവെച്ചിട്ട് പോകാൻ ഞാൻ തിന്നിട്ട് വീഞ്ഞും കുടിച്ച് നിന്നെ അനുഗ്രഹിക്കാവിടാന്ന് പറഞ്ഞു. അവനൊക്കെ കൊടുക്കാനുള്ളതായിരിക്കുന്ന മാനദണ്ഡമാണ്. പക്ഷെ അത് കേട്ടതായിരിക്കും റബേക്ക പറയും, മൂത്തവൻ ഇളവനെ സേവിക്കും തമ്പുരാൻ പറഞ്ഞതാണ്. ഏട്ടയിറച്ചി തിന്നേച്ച് വീഞ്ഞും കുടിപ്പിച്ച് വെച്ചാൽ അനുഗ്രഹം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. ചെന്ന് പിടിച്ചിട്ട് വന്നോ 2 ആട്ടിൻകുട്ടിയെ. 2 മാസമോ പ്രായമായ ആട്ടിൻകുട്ടി 2 കൊണ്ടുവന്നു. അവള് തന്നെ തൊലി ഇരിച്ച്, കഴുത്തറച്ച് തൊലി ഇരിച്ച് നല്ല ഒന്നാന്തരമായിട്ട് എങ്ങനെ ഈ ആട്ടിൻകുട്ടിയെ മാനിറച്ചിയാക്കി മാറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നല്ല പെണ്ണുങ്ങളെ കിട്ടിയാലും ഞാൻ വിചാരിക്കുന്നു ആട്ടിൻകുട്ടിയും മാൻകുട്ടിയായി മാറും, അല്ലാത്തവരെ കൊടുത്ത മാൻകുട്ടി കാളക്കുട്ടിയായിട്ട് മാറുകയും ചെയ്യും. അതെങ്ങനെയാ സാധിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കും വേട്ടയാടി എപ്പോഴും കൊണ്ടുവരുന്ന വീടല്ലേ, അപ്പോ മാനിന്റെയോ ബ്ലാവിന്റെയോ എന്തിന്റെയൊക്കെയാണോ അതിന്റെ എല്ലാം ഈ മേധസ് കാണുമല്ലോ. ഇങ്ങനെ ഇന്നത്തെ കാലത്ത് നെയ്യ് ഉരുക്കിയൊക്കെ വെച്ചേക്കും. അപ്പൊ ആ നെയ്ക്കകത്തിട്ട് ആട്ടുംകുട്ടിയെ ശരിക്കും റോസ്റ്റ് ചെയ്തതാണ്. അപ്പൊ തിന്നാൽ എന്ത് രുചിയാണ്. റാഹേൽ അവൾ മിടുക്കിയാണ്. ഏശാവ് തേടി നടക്കുന്ന സമയം കൂടി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. എനിക്ക് അവളെ പറ്റി ഇഷ്ടം എന്ന് പറഞ്ഞാൽ യാക്കോബ് ഒരുമാതിരി ചതിയനാണെങ്കിൽ ഇച്ചിരി മര്യാദക്കാരനാ. അമ്മയെ അപ്പം കണ്ടുപിടിക്കും. അവസാനം അനുഗ്രഹത്തിന് വേണ്ടി ചക്കന് വെച്ചത് കൊക്കിന് കൊള്ളുമെന്ന് പറഞ്ഞു. നീ എന്ത് കൊണ്ടുപോടാ, ശാപം എന്റെ മേലിരിക്കട്ടെ എന്ന് പിടിച്ചോണ്ട് കൊടുത്തു. വല്ല ശാപമാണോ? യാക്കോബ് തിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറി നിൽക്കുമ്പോ ഏശാവ് വരുന്നു. അപ്പാ അതാരാന്ന് ചോദിച്ചു. യാക്കോബ് ഏശാവ് നേരത്തെ വന്നവൻ ആരായിരുന്നു ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെ. അപ്പോഴാണ് ഇസഹാക്കിന്റെ മനസ്സിലേക്ക് ഒരു ചരിത്രം വരുന്നത്. എന്താണ്? തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഞാൻ കൊടുത്ത അനുഗ്രഹം അതാണ്, നിന്റെ സഹോദരന്മാര് നിന്നെ സേവിക്കുമെന്ന്. അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെയാവും. ഇച്ചിരി പാളം തെറ്റിയാ പോയെങ്കിലും ആ സമയത്ത് വന്ന് ഒറ്റക്കെന്ന് പിന്നെ സ്ട്രൈറ്റ് പാളത്തിലേക്ക് അങ്ങ് വീണു വണ്ടി ഓടാൻ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കണമെന്നാ പറയുന്നത്. അവർ ജനിക്കുമ്പോൾ അനുഗ്രഹിക്കണം, ജനിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജനിച്ചാൽ ഉടനെ കുഞ്ഞിനെ കയ്യിലെടുത്ത് അനുഗ്രഹിക്കണം. ഈ നാട്ടിൽ അത് സാധിക്കില്ലെന്ന് പറഞ്ഞ ഭർത്താക്കന്മാരെ പോലും പ്രസവമുറി കയറ്റുമോ? അമേരിക്കയിലാണെങ്കിൽ ഏറ്റവും ജോവാന മോള് ജനിച്ചപ്പോ ഞാൻ പ്രസവമുറിയിൽ കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടറും നഴ്സും ഞാനും ഉണ്ടായിരുന്നു, 3 പേര് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. പ്രസവം എടുത്തു കഴിഞ്ഞോടെ ഞാൻ ഡോക്ടർ എന്റെ കയ്യിലോട്ട് വരാൻ പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരു ആഫ്രിക്കയിലെ മിഷണറി ആയ ഡോക്ടറായിരുന്നു. എനിക്കതൊരു സന്തോഷമാണ്. ഒരു ആഫ്രിക്കൻ മിഷണറി ആയിരുന്ന ഒരു ദൈവദാസനാണ് എന്റെ കുഞ്ഞിനെ. ഡോക്ടർ പറഞ്ഞു ഇപ്പൊ വഴുവഴുപ്പൊക്കെ ഇരിക്കുകയാണ്, കയ്യിലേക്ക് തന്നാ വഴുതി കയ്യിൽ നിന്ന് താഴെ പോയില്ല, ഞാൻ ഡോക്ടറെ ഒപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൽ എന്തി ഞാന് ജോവാനെ അനുഗ്രഹിച്ച് തിരിച്ച് ഡോക്ടറെ കയ്യിലേക്ക് കൊടുക്കുന്ന ഓർക്കുന്നു. അപ്പൊ സൂസിയെ അനുഗ്രഹിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് കയറി ചെന്നു. ആ നേഴ്സ് വഴിക്ക് വെച്ചിട്ട് തടഞ്ഞു. ഇയാൾ എന്തൊരു മനുഷ്യനാണെന്ന് ചോദിച്ചു. നാണമില്ല. ഞാൻ പറഞ്ഞു നാണിക്കാൻ എന്തോ നാണിക്കാനാന്ന് പറഞ്ഞു. എനിക്ക് എന്ത് നാണിക്കാൻ, എന്റെ ഭാര്യയെ കാണുന്നതിന്, നിങ്ങൾക്കൊക്കെ നാണം വരേണ്ടത് പറഞ്ഞു. അതൊന്നും ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞു. അതൊക്കെ വേറെ എവിടെയെങ്കിലും പറഞ്ഞാൽ മതി. അവരെന്നെ അടിച്ച് പുറത്തേ അടി. ഞാൻ പിന്നെ പുറത്ത് വന്നിരുന്നു അവളെ അനുഗ്രഹിച്ചു. നല്ല കുടുംബജീവിതം അവർ നയിക്കുന്നു. ദൈവം അനുഗ്രഹിച്ച 3 കുഞ്ഞുങ്ങളെ അവർക്ക് കൊടുത്തിരിക്കുന്നു. കർത്താവിന്റെ വേലയിൽ അവര് പ്രയോജനമുള്ളവരായിത്തീരുന്നു. അതൊന്നും ആകസ്മികമായി സംഭവിക്കുന്നതല്ല. അമേരിക്ക ജനിച്ചു വളർന്ന അമേരിക്കൻ പൗരത്വമുള്ളവളാണ് ജോവാന എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അവളോട് പറഞ്ഞു, എനിക്ക് അമേരിക്കൻ പൗരത്വം മണ്ണം കട്ടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇന്ത്യയിൽ കർത്താവിനെ സേവിച്ച് ജീവിച്ചാൽ. എല്ലാവരും അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി ഓടി നടക്കുക. ഇവിടെ വിസ കയ്യിരുന്നിട്ട് പറഞ്ഞു ഞാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ പ്രാർത്ഥനയുണ്ട്.
അനുഗ്രഹമുണ്ട്. പ്രമോദം പോയത് ആ 7 കൊല്ലം അവിടെ കഴിഞ്ഞിട്ട് എല്ലാം വലിച്ചെറിഞ്ഞ് തിരിച്ചു പോകുന്ന നാട്ടിൽ വന്ന് കർത്താവിനെ ജീവിക്കാൻ വേണ്ടി പോകുന്നു. പ്രാർത്ഥനയുണ്ട്, അനുഗ്രഹമുണ്ട്. ഭൗതികതയിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുന്ന ജീവിതങ്ങൾ ഏശാവിന്റെ ജീവിതമാണ്. ആത്മികതയിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുന്ന ജീവിതങ്ങൾ യാക്കോബിന്റെയാണ്. അവർക്കും കിട്ടും ഭൗതികത, ദൈവം കൊടുക്കും. പക്ഷേ ഏശാവിന് കിട്ടത്തില്ല അനുഗ്രഹം, ആത്മീയത. അപ്പോ യാക്കോബ് വാർദ്ധക്യത്തിൽ തന്റെ മക്കളെ അനുഗ്രഹിക്കുക മാത്രമല്ല, എനിക്കെന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ തന്റെ മക്കളെ 12 പേരെയും അനുഗ്രഹിച്ചു, 11 പേരെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് ജോസഫിനെ അനുഗ്രഹിക്കുമ്പോൾ 2 പേരെയും കൊണ്ടാണ് ജോസഫ് വരുന്നത്. അവരെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചിട്ടാണ്, അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചിട്ടാണ് മക്കളെയെല്ലാം വിളിച്ചനുഗ്രഹിക്കുന്നത്. അനുഗ്രഹിച്ചിട്ടാണ് കാലെടുത്ത് കട്ടിലെ വെച്ച് മരിക്കും. എത്ര മനോഹരമായിരിക്കുന്ന മരണമാണ് പിതാക്കന്മാരുടെ. അങ്ങനെയൊക്കെ മരിക്കണ്ടേ? അങ്ങനെയൊക്കെ നമ്മളൊക്കെ എങ്ങനെ മരിക്കുന്നത് എനിക്കറിയില്ല, എങ്ങനെ മരിക്കുന്നത്. എന്റെ ആഗ്രഹം അങ്ങനെയൊക്കെ മരിക്കണമെന്ന്. ആത്മീക അനുഗ്രഹങ്ങൾ മക്കൾക്ക് നൽകിയിട്ട് മരിക്കണം. മോനെ, ഈ 50 ഏക്കർ നിനക്ക്, 50 ഏക്കർ നിനക്ക്, ഈ 50 ഏക്കർ നിനക്ക് എന്ന് പറഞ്ഞ് മരിക്കണമെന്നല്ല. മക്കളെ, ഭൗതികമായ ഒരു സെന്റ് പോലും സമ്പാദിച്ചിട്ടില്ല, ഒരു 10 പൈസ പോലും സമ്പാദിച്ചിട്ടില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തരുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ മരിക്കാനായിട്ട് ഇടയാവണം. ഈ ഇബ്രാഹിലേനൊക്കെ വായിക്കുമ്പോഴേ ഈ ക്രിസ്ത്യ ജീവിതത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് ഇതിനടിയിൽ കിടക്കുന്നത്. അന്നത്തെ മഹാന്മാരായ ആളുകൾ അവിടെ അമ്പും വില്ലും കൊണ്ട് ഇങ്ങനെ ജന്തുക്കളെ വേട്ടയാടി ഇറച്ചി നിന്ന് ജീവിച്ചെന്ന് മാത്രമല്ല, അവരുടെ കണ്ണുകൾ എവിടെയാണെന്ന് അറിയാമോ? ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന കനാൻ നാട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ, അവരാരും വാഗ്ദത്തം പ്രാപിച്ചല്ല മരിച്ചത്. വാഗ്ദത്തം എന്ന് പറഞ്ഞ് പ്രാപിക്കാതെ മരിച്ചു. പക്ഷെ വിശ്വാസത്തിലാണ് മരിച്ചത്, അവിശ്വാസത്തിലല്ല മരിച്ചത്, വിശ്വാസത്തിലാണ്. എത്ര മനോഹരമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. അതാണ് എനിക്ക്, തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു ദൈവത്തെ. സ്വർഗത്തിലെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ നീ തന്നു, എന്റെ മക്കളെ കണ്ടു, എന്റെ മകന്റെ മക്കളെയും കണ്ടു, അവരെയും അനുഗ്രഹിക്കാൻ നീ എന്നെ സഹായിച്ചല്ലോ തമ്പുരാനെ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചിട്ടാണ് മരിച്ചത്. കുറച്ച് നശിച്ചതിനെ നീ എനിക്ക് തന്നല്ലോ. ദൈവവുമില്ല, ദേവനുമില്ല, കർത്താവെ എന്ന് വിളിക്കുന്നവനുമില്ല. കണ്ണു നാറിയിട്ട് സന്ധ്യക്ക് വീട്ടിൽ കയറുകയും വേണ്ട. വെച്ച ചോറ് പോലും കഴിക്കാൻ വയ്യ. അമ്മായിമ്മ മരുമോളും കൂടെ ആയിട്ട് കലവെടുത്തെറിയുന്നു, ചട്ടി എടുത്തെറിയുന്നു. പല വീടുകളും അങ്ങനെയല്ലേ? അങ്ങനെ ഒന്നും നമ്മുടെ വീടുകളിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വിശ്വാസത്തിലെല്ലാം പ്രവർത്തിക്കണം, വിശ്വാസത്തിലെല്ലാം ചിന്തിക്കണം, വിശ്വാസത്തിൽ കാണും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഡോക്ടർമാരാകുമ്പോൾ സന്തോഷിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഞാൻ എൻ്റെ മക്കളെ ആരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒന്നും ആക്കിയില്ല. കാരണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതിനുവേണ്ടി ശ്രമിച്ചുമില്ല. അവരെല്ലാവരും ദൈവമക്കളായി തീരണമെന്നും ഭക്തന്മാരാകണമെന്നും അന്നും ഇന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരേ പ്രാർത്ഥന ആവർത്തിക്കും, മേക്ക് ദം ഗ്രേറ്റ് മെൻ ആൻഡ് വിമൻ ഓഫ് ഗോഡ്. അവരെ വലിയ ദൈവപുരുഷന്മാരും ദൈവസ്ത്രീകളുമാണ്. ഒന്നുമില്ല. മരിക്കുന്ന സമയത്തെ ഒരുത്തൻ മരണവാർത്ത ചേർത്ത് കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു, വേറൊരുത്തൻ വേശ്യാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് വർത്തമാനകാലത്ത് ലഭിക്കുന്ന എന്തെങ്കിലും ഭൗതിക നന്മയെ ഓർത്ത് സന്തോഷിക്കേണ്ട, മക്കളുടെ ആത്മീക നന്മയെ ഓർത്ത് സന്തോഷിക്കും. എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? നേതിലൂടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു പ്രമോദ് പ്രസംഗിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നത്. കാരണം എന്താണ്? എന്റെ മക്കളുടെ പരിഭാഷകനായി തീരത്തൊക്കെ ദൈവം എന്റെ മക്കളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് എനിക്ക് മാനമല്ലേ? അതിലാ ഞാൻ സന്തോഷിക്കുന്നത്. എന്റെ ആഗ്രഹം ഇനി അതും കഴിഞ്ഞിട്ട് എന്റെ കൊച്ചുമക്കൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതൊക്കെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ അവര് കൊണ്ടുവന്ന് 5000 രൂപ അപ്പച്ച ഇന്ന വയസ്സെന്ന കാലത്ത് മുട്ടായി വാങ്ങിച്ചെന്ന് പറഞ്ഞ് തരുന്ന അനുഗ്രഹം അതല്ല. അനുഗ്രഹം അത് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ മുട്ടായി എത്ര നേരം കൊണ്ട് അലിഞ്ഞു തീരും? അത്രയും നേരം കൊണ്ട് സന്തോഷവും. സന്തോഷം എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക, ദൈവം അവരെ ഉപയോഗിക്കുന്നത് കാണുക. ഞാനിത് എൻ്റെ കുടുംബത്തെ ഉയർത്താൻ വേണ്ടി പറഞ്ഞാലും സൗരഭം തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങനെ വേണം സംഭവിക്കാൻ എന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ മക്കളുടെ മേലും നിങ്ങളുടെ കൊച്ചുമക്കളുടെ മേലും വെച്ച് അവരെ അനുഗ്രഹിക്കണം. പ്രിയ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവം നിന്നെ വലിയവനാകട്ടെ, മഹത്വവാനാകട്ടെ, സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ, സുവിശേഷത്തിന് അനുഗ്രഹമാകട്ടെ, രാജ്യത്തിന് അനുഗ്രഹമാകട്ടെ, കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ എന്ന് പറയാം. ടീച്ചറാകുവോ, നേഴ്സാകുവോ, ഡോക്ടറാകുവോ, എഞ്ചിനീയർ ആകുവോ, അതൊക്കെ ദൈവം തമ്പുരാന്റെ കരുണയിൽ ഉപജീവനത്തിനുള്ള മാർഗങ്ങളാണ്. അതിൽ ഇന്ന് കാണേണ്ട കാര്യമില്ല. അതിനപ്പുറത്തേക്ക് അതേ കണ്ടാൽ ശരിയാവില്ല. അപ്പോ ഈ ആളുകളൊക്കെ ചെയ്ത് അങ്ങനെയാണ് പഴയ കാലത്തെ ആളുകളെ അവരനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെങ്ങനെ അനുഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ തലയിൽ കൈവച്ച് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്? എന്റെ ഏറ്റവും ആദ്യത്തെ ഓർമ്മ കൊച്ചുകുഞ്ഞുദേശി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന 3 വയസ്സുള്ള ആ ഓർമ്മ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ നിൽക്കുക. എന്റെ ഭാര്യയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു വലിയ ഉപദേശിയായിരുന്നു EP വർഗീസ് അപ്പച്ചൻ എന്ന് പറഞ്ഞ പ്രധാനക്കാരനാണ്. അദ്ദേഹം എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നും ഭാരതത്തിന്റെ സുവിശേഷവൽക്കരണത്തിന് നിന്നെ ഉപയോഗിക്കട്ടെ എന്നും ഒക്കെ പറഞ്ഞ അപ്പച്ചൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചിലരൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്തൊരു ദൈവദാസൻ, ലോകം മുഴുവൻ അറിയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഒരിക്കൽ എന്നെ വിളിച്ചുകൊണ്ടതിന് മുറിയിൽ പോയി മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ബ്രദറിന്റെ കൈ വെച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന്. ഞാൻ ബ്രദറിനെ അനുഗ്രഹിക്കുമോ? ഞാൻ ബ്രദർ എന്നെ അനുഗ്രഹിക്കണമെന്നല്ലല്ലോ, ബ്രദർ അനുഗ്രഹിക്കണം.
അദ്ദേഹത്തിന് കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. ഇത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ഒരു രീതിയാണ്. കൈവച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അനുഗ്രഹങ്ങൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ. കർത്താവ് കൈവെക്കാനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. ശിശുക്കളുടെ മേൽ കൈവെക്കണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. നമ്മുടെ ഈ കാഴ്ചപ്പാടുകൾക്ക് ഒന്ന് മാറണം കേട്ടോ. പിന്നെ ചിലർ കൈവെക്കാതിരിക്കുക കുറച്ചൊരു അനുഗ്രഹം എനിക്ക് തോന്നാറുണ്ട്. കാരണം ആ കൈ കൊണ്ട് ദൈവത്തെ അനുഗ്രഹിച്ച കൈകളല്ല, ആ കൈകൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൈകളല്ല, ആ കൈകൾ ആത്മാക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന കൈകളല്ല, ആ കൈകൾ സഹോദരന്മാർക്ക് വേണ്ടി അധ്വാനിക്കുന്ന കൈകളല്ല. അങ്ങനെയുള്ള കൈകൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ? സ്പർജൻ ഒരിക്കൽ പറഞ്ഞു, empty hands laid upon empty heads does not make any fool a wise man. ഒഴിഞ്ഞ കൈകൾ ഒഴിഞ്ഞ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ഒരുത്തിനെയും മഹാനാക്കുകയില്ല. വല്ലതും വേണ്ട അങ്ങോട്ട് കൊടുക്കാൻ. അത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതം റെപ്രസെന്റ് ചെയ്യുന്ന, നമ്മുടെ ജീവിതം കൊണ്ട് പ്രധാനം ചെയ്യുന്നതായിരിക്കുന്ന കുറെ നന്മകളുണ്ടാവും. ഭക്തനാണ്, ദൈവഭക്തനാണ്, സത്യസന്ധനാണ്, നീതിമാനാണ്, നിർമ്മലനാണ്, വിശുദ്ധനാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. അവൻ കൈവച്ച എന്തെങ്കിലും അനുഗ്രഹം ഉണ്ട്. അല്ലാതെ കൈവച്ചിട്ട് എന്ത് അനുഗ്രഹമാണ്? അല്ലാതെ കൈവപ്പല്ലി എന്നും റോഡിലല്ലേ നടക്കുന്നത്, അവിടെ എവിടെയും കൈവച്ചില്ലി കിടക്കുന്നു. മക്കളെ അനുഗ്രഹിക്കണം കേട്ടോ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കത്തക്കവണ്ണം നിങ്ങൾ. ഒരമ്മച്ചിക്ക് എനിക്കറിയാം, അപ്പച്ചനും അമ്മച്ചിക്കും. അപ്പച്ചനെ പറ്റി എനിക്ക് വലിയ ബഹുമാനമൊന്നും ഉള്ള ആളൊന്നും അല്ല. അമ്മച്ചിയെ പറ്റി ബഹുമാനമുണ്ട്. അമ്മച്ചിക്ക് 3 മക്കൾ, ആൺമക്കളാണല്ലോ, പെൺപിള്ളേരൊന്നുമില്ല. 3 ആൺമക്കളും നല്ലവരായി തീർന്നു. ഒരിക്കൽ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞിട്ട്, വർഷാവസാനത്തെ സാക്ഷ്യത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടു. ഞാൻ പ്രസംഗിക്കുന്ന കാലത്തെ ആയിട്ടില്ല. ആ അമ്മച്ചി പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അർദ്ധരാത്രി കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഓരോ കുഞ്ഞുങ്ങളുടെയും കിടക്കയുടെ അടുത്ത് പോയി മുട്ടുകുത്തും. എല്ലാ രാത്രിയും എന്റെ കണ്ണുനീർ എന്റെ കുഞ്ഞുങ്ങളുടെ നെറ്റിക്ക് വീഴുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കരയും. അവരറിയുന്നില്ല, ഞാൻ അവർക്ക് വേണ്ടി കരയും. എന്റെ കണ്ണുനീർ അവരുടെ നെറ്റിയിൽ വീഴും. ദൈവം 3 കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞൊരു അമ്മയുടെ കണ്ണീരാന്ന് പറഞ്ഞു. അനുഗ്രഹിക്കാതിരിക്കാൻ ഒക്കും. ചില കുഞ്ഞുങ്ങള് രാത്രിയിലെ കട്ടിലേയും താഴെ വീണ് കിടന്ന് കരഞ്ഞാൽ പോലും അമ്മ അറിയില്ല. അല്ല, അങ്ങനെ ഉണ്ട്, സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊച്ചു താഴെ 3 മാസമായ കൊച്ചു താഴെ കിടന്ന് കരഞ്ഞ് രാത്രി മുഴുവൻ കിടന്ന് കരഞ്ഞ് അമ്മ സുഖമായിട്ട് കിടന്നുറങ്ങി. എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. ദൈവത്തിന്റെ കരുണ കൊണ്ട് ആ കൊച്ചു അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ. ഇതുവരെയുള്ള ജീവിതം നോക്കുമ്പോൾ ചിലപ്പന്മാരും അതുപോലെ അല്ലേ. അപ്പനും അമ്മയും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ കണ്ണുനീര് അവിടെ തല വീഴുന്നതല്ല, നെറ്റിക്ക് വീഴുന്ന നല്ലതാണ്. പ്രാർത്ഥനയുടെ കണ്ണുനീര്, അനുഗ്രഹത്തിന്റെ കണ്ണുനീര്, അനുതാപത്തിന്റെ കണ്ണുനീര് മക്കളുടെ നെറ്റിക്ക് വീഴും. ഇത് മക്കളുടെയൊക്കെ വെളിയില്ലാതെ കിടക്കുന്ന അപ്പനും അമ്മയും മക്കളുടെ രാത്രി കഴിഞ്ഞിറങ്ങി മൂളിയാ കിടക്കും. എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു? പോരാ സഹോദരന്മാരെ, ഞാനത് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. നിങ്ങളുടെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടുക നിങ്ങളാണ് കാരണം. ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും അനുഗ്രഹിക്കില്ല. അനുഗ്രഹത്തിന്റെ കൂടെ എപ്പോഴും ചില വാഗ്ദത്തങ്ങളുടെ കൂടെ ചില കണ്ടീഷൻസ് കൂടെ വെച്ച്, നീ അനുഗ്രഹിക്കപ്പെടുവനാകും, നിന്റെ കൊട്ട അനുഗ്രഹിക്കപ്പെടും, നിന്റെ ചട്ടി അനുഗ്രഹിക്കപ്പെടും, നിന്റെ തൊഴുത്ത് അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നതിനൊക്കെ മുമ്പ് എന്താണ്? നീ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് നടന്നാൽ. മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കുന്നത്, ആ ഒരു ഭാഗം എന്നെ വളരെ സ്പർശിച്ച ഭാഗം. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള വാക്യമാണ്, എൻ്റെ ഫേവറേറ്റ് വാക്യങ്ങളിൽ ഒന്നാണ്. നിന്റെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരം വരും. യുവർ ചിൽഡ്രൻ ഷാൽ സിറ്റ് ഫോർ യുവർ പേരൻസ്. അതാണ് ദൈവത്തിന്റെ വഴി. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ മകനായ ഇസാക്ക് ഒരു പാസിംഗ് കണ്ണി മാത്രമല്ലേ ഉള്ളൂ. ഇസാക്കിനെ കുറിച്ച് ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല. അബ്രഹാമിനെ പറ്റി ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ആരെ പറ്റിയാ? യാക്കോബിനെ പറ്റിയാ പറഞ്ഞിട്ടുള്ളത്. കാരണം യാക്കോബ് ആർക്ക് പകരമായിരിക്കുന്നു? അബ്രഹാമിന് പകരമായിരിക്കുന്നു. ദൈവത്തിന്റെ പരിപാടികളൊക്കെ എങ്ങനെ? അപ്പം എന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെ എന്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കുക. അപ്പൊ എന്നെ സന്തോഷിപ്പിച്ച് എന്താന്ന് വെച്ചാൽ, നിനക്ക് പകരം നിന്റെ അപ്പന്മാരുടെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോ, മക്കൾ ശരിയായെങ്കിലല്ലേ കൊച്ചുമക്കൾ ശരിയാവും, അല്ലേ ഉള്ളൂ. മക്കൾ ശരിയായ കൊച്ചുമക്കൾ ശരിയാവും. അപ്പൊ മക്കളെ മാത്രം ശരിയാക്കിയാൽ പോരാ, കൊച്ചുമക്കളെ ശരിയാകണമെങ്കിൽ മക്കളെ നന്നായിട്ട് ശരിപ്പെടുത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി വളർത്തണം, അവർക്ക് അച്ചടക്കം കൊടുക്കണം, അവരുടെ തെറ്റുകളെ തിരുത്തണം. ഇതൊക്കെ വലിയ വിഷയമാണ്. മരിക്കുന്നത് വരെ ഈ ചോദ്യം ദൈവം ചോദിച്ചുകൊണ്ടിരിക്കും, നിന്റെ കൊച്ചുമക്കൾ എവിടെ? അവരെന്ത് ചെയ്യുന്നു? അവരെങ്ങനെ സമയം ചെലവഴിക്കുന്നു? അതുകൊണ്ട് വർത്തമാനകാലത്തെ ഭൗതിക അനുഗ്രഹങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനൊക്കെ വേണം മക്കളെയും കൊച്ചുമക്കളെയും അനുഗ്രഹിക്കുന്ന മാതാപിതാക്കളായിട്ട് ദൈവം. അതിന് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ, സീ ദ പൊട്ടൻഷ്യൽ ഓഫ് യുവർ ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ. നിങ്ങളുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും സാധ്യതകളെ കാണുന്നവരായി ദൈവം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴേ. ഇതിൻ്റെ അകത്തൊരു വാക്യമുണ്ട്, ജനനത്തിങ്കൽ മോശ ദിവ്യസുന്ദരൻ എന്ന് കണ്ടെന്നാണ്. സ്തേഫാനോസ് പ്രസംഗിച്ചപ്പോഴും അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വേറെ പ്രയോഗം. എനിക്ക് മോശ ജനിച്ചപ്പോൾ മാതാപിതാക്കളെ കൊച്ചിന്റെ മുഖത്തേക്ക് ചോദ്യം പറഞ്ഞു, ഇവൻ ദിവ്യസുന്ദരനാണ്. അപ്പൊ മക്കളുടെ സൗന്ദര്യം കാണണം ജനിക്കുമ്പോൾ. ഭൗതിക സൗന്ദര്യമല്ല, ആത്മീയ സൗന്ദര്യം. ദിവ്യസുന്ദരൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ട്. ഇവൻ ദൈവജനത്തെ നയിക്കാനും
അവരുടെ ലീഡറാകാൻ, അവരുടെ ഉദ്ധാരകനാകാനും വേണ്ടി ദൈവം ബ്ലസ് ചെയ്ത ഒരു മകനാണ്. അതിനാ അമ്മയപ്പന്മാർ എന്തോരു വില കൊടുത്തെന്നറിയാം. ജീവനെ വില കഴിച്ചുകൊണ്ടാണ്. അവിടെ വിശ്വാസമുള്ളവർ ആരെയാ വെല്ലുവിളിച്ചെന്നറിയാം. ഫറവോനാണ് കൽപ്പന തന്നെങ്കിൽ ഞാൻ ആ ഫറവോന്റെ മകൾ കുളിക്കാൻ വരുന്ന കടമെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊണ്ടുവെക്കും, കൊല്ലുന്നേ കൊല്ലട്ടും. ഒരു ഭയങ്കര വെല്ലുവിളിയാ. ഫറവോന്റെ പുത്രി വന്നു, കൊറ്റെടുത്തു. സാധാരണ ചിരിക്കുന്ന മക്കളെ കുഞ്ഞുങ്ങളെയല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഈ കൊച്ചെന്താ ചെയ്തത്? അവള് പറയണേ കളയി കൊച്ചിനെ. ഇല്ല, നമുക്ക് കനിവ് തോന്നി. ചിരിക്കുന്നവരെക്കാൾ ദൈവത്തിന് ഇഷ്ടം കരയുന്നവരെയാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദൈവം പറഞ്ഞിട്ടുള്ളത് ചിരിയെക്കുറിച്ചല്ല, മനുഷ്യന്റെ കണ്ണുനീരിനെ കുറിച്ചും കരച്ചിലിനെ കുറിച്ചും. നിങ്ങളുടെ മക്കൾ ഒത്തിരി കരയുന്നവരാണെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും കരയുന്നവരാണ് നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. നല്ല സന്തതികളെ നമുക്ക് ലഭിക്കത്തക്കണം. ദൈവം നമ്മോട് കരുണ കാണിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.